51 രൂപ സംഭാവന നൽകിയത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കറുത്തേടത്ത് ഭവാനിയമ്മ 60 വയസ്സ്. അതുപോലെ തന്നെ അപ്പം കടി മത്സരത്തിന് പേര് തന്നിട്ടുള്ള കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റേജിന് ബാക്കിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് അപ്പമല്ല, പടക്കമാണ്. പടക്കം പൊട്ടും. ഹലോ, പറഞ്ഞോ? ഞാനിവിടെ സ്റ്റേജിലാ. അയ്യോ, എപ്പ? ഓ പോസിറ്റീവ് അല്ലേ? ഉടനെ വേണോ? നീ ആശുപത്രി മുന്നിൽ നിന്ന് വിഷമിക്കണ്ട, ഞാനിപ്പോ തന്നെ അനൗൺസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പ്രിയമുള്ള മനുഷ്യ സ്നേഹികളെ, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എന്റെ ഒരു കൂട്ടുകാരന് വളരെ അർജന്റായി 2 കുപ്പി ബിയർ വേണം. മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒരു പൈന്റും കൂടെ വാങ്ങിച്ച് സ്റ്റേജിന്റെ പുറകിലോട്ട് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നാടോടി നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 9 മലവേടൻ ഞാനൊരു മലവേടൻ ഞാൻ, മലവേടൻ ഞാനൊരു മലവേടൻ ഞാൻ, എറണാകുളം MG റോട്ടിലെ മലവേടൻ ഞാൻ, എറണാകുളം MG റോട്ടിലെ മലവേടൻ ഞാൻ, മലവേടൻ ഞാനൊരു മലവേടൻ ഞാൻ. പണ്ടൊരു നാളിൽ തേനെടുക്കാൻ കാട്ടിൽ പോയി വേടൻ, പണ്ടൊരു നാളിൽ തേനെടുക്കാൻ കാട്ടിൽ പോയി വേടൻ. പച്ച വിരിച്ചൊരു കാട്, മഞ്ഞു പൂതച്ചൊരു കാട്, പച്ച വിരിച്ചൊരു കാട്, മഞ്ഞു പൂതച്ചൊരു കാട്, കാട് 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 കാട്, ദുബായ് എന്നൊരു കാട്. മാളോരെ, അവിടെ നടന്ന കഥ കേൾക്കണ്ടേ? ആ കാട്ടിൽ മുയലുണ്ട്, മാനുണ്ട്, മുയലുണ്ട്, മാനുണ്ട്, തുള്ളിയോടും പുള്ളിമാനുണ്ട്, കാട്ടിൽ തുള്ളിയോടും പുള്ളിമാനുണ്ട്. ഡൂംട്ടണകടും 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 ഡാ, ഡൂംട്ടണകടും 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 ഡാ. വിടർത്തിയാടിയിടും മയിലുണ്ട്, മഴ കണ്ട സിനിമാറ്റിക് ഡാൻസ് കളിക്കും മയിലുണ്ട്. ജൂംബരാബർ ജൂംബരാബർ ജൂം, ജൂംബരാബർ ജൂംബരാബർ ജൂം. കാട്ടിലൂടെ വേടൻ റേഞ്ചില്ലാതെ നടക്കുമ്പോൾ കാറ്റടിച്ചു, മഴ പെയ്തു, ഇടിവെട്ടി, ഇടിവെട്ടിയ സമയം തന്നെ വേടന്റെ കാലിൽ പാമ്പ് കടിച്ചു, നീർക്കോലി കടിച്ചു. പണം വിടർത്തി നീർക്കോലി ആടി. എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത്? പാമ്പ് പണം വിടർത്തി ആടിന്നോ? പണമല്ല, പണം. എന്താ മണം? 12 വർഷത്തെ എന്റെ പ്രയത്നം അതാനിപ്പോ ഇല്ലാതാക്കിയത് അറിയാമോ? ഈശ്വര, ഇന്നെന്റെ അഴിഞ്ഞാട്ടമായിരുന്നു, അല്ല അരങ്ങേറ്റമായിരുന്നു. താനത് നശിപ്പിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? എന്നെ കൂടെ നശിപ്പിക്കണോ? ഇട നശിപ്പിക്കാൻ. അയ്യേ, പോയിക്കാരാ അവിടുന്ന്. തനിക്കറിയോ, ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെ കരുതിയത്. ഭാഗ്യം, എന്റെ ചേട്ടനൊരു നാറിയ. അതിനേക്കാളും വലിയ നാറിയ ഞാൻ ഒരു അറിയിപ്പിന് വന്നതാ. എന്താ, റേപ്പിന് വന്നോ? അറിയിപ്പിന് വന്നതാണെന്ന്. അരി വെക്കാൻ വന്നാണെങ്കിൽ താൻ സ്റ്റേജിൽ കയറിയ എന്തിനാ? എടാ, ഇതുപോലും അറിയാത്ത നീ എന്ത് ഡാൻസ് കളിക്കാനാണ് വന്നത്? ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. അംഗീകരിക്കണമെങ്കിൽ നിനക്ക് വല്ല അവാർഡും കിട്ടണം. അവാർഡിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അതെന്താ? കിട്ടാത്തോണ്ട്. കിട്ടാത്ത സാധനത്തിൽ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്? അതിന് നീ വല്ല പ്രശസ്തരുടെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? പ്രഭുദേവ വിളിച്ചു, ശോഭന വിളിച്ചു, കലാമാഷ് വിളിച്ചു. എടാ ഭയങ്കര, എന്നിട്ട് നീ പോയില്ലേ? ഞാൻ വിളിച്ചാൽ അവർ ഫോൺ എടുക്കണ്ടേ, പിന്നെ എങ്ങനെ പോവാനാ? എനിക്ക് നിന്റെ ഭയങ്കര ദേഷ്യമായി. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
എന്റെ വീട്ടിൽ ആരുമില്ല ചേട്ടാ, ആരുമില്ല. അവരൊക്കെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഫ്ലാറ്റിലാ താമസം. എന്തായാലും വേണ്ടില്ല, നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയേ. ഞാൻ പോവില്ല. പോകൂലാന്നോ? പിടിച്ചിറക്കും ഞങ്ങള്. ആര് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല, പോവില്ല, പോവില്ല. ആര് പറഞ്ഞാലും കേൾക്കൂലെന്നോ? പുതിയതായിട്ട് വന്ന SI ആരാന്ന് നിനക്ക് അറിയാമോ? ഇടിയം ഭാർഗവൻ, എന്റെ കൂട്ടുകാരനാ. അയാളെ വിളിച്ച് ഞാൻ പറയും. പിന്നെ SI വന്നാ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. SI വന്നാലും നിന്നൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നോ? അതിന് മാത്രം നീ ആരാടാ മലവേടാ? ഞാനേ കമ്മീഷണർ ആടോ, കമ്മീഷണർ.